നമസ്തേ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നുള്ള പ്രസിദ്ധമായ ഈ 2 വരികൾ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെയാണ്. അദ്ദേഹം എഴുതിയ ജ്ഞാനപ്പാനയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇവിടെ കൃഷ്ണ കൃഷ്ണ എന്നു തുടങ്ങിക്കൊണ്ട് പൂന്താനം കണ്ണനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്തതായി നോക്കാം. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇവിടെ പൂന്താനം നമ്മോട് പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും നാവിന്മേൽ ഉണ്ടായിരിക്കണം. നാവിൽ നിന്നും ഭഗവാന്റെ നാമങ്ങൾ ഒരിക്കലും പിരിയരുത്. നാവിന്മേൽ നാമങ്ങളില്ലാത്ത സമയം ഉണ്ടാകരുത്. എപ്പോഴും നാമജപം നടത്തുവാനുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ തരണം, ഗുരുനാഥൻ തുണ ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ നരജന്മം, നമ്മുടെ ഈ മനുഷ്യജന്മം സഫലമാകുകയുള്ളൂ എന്നാണ് പൂന്താനം ഇതിലൂടെ പറയുന്നത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല. ഇന്നലെ വരെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു. ഇനി നാളത്തെ കാര്യവും അങ്ങനെ തന്നെ. എന്താണ് വരുന്നതെന്ന് അറിയാൻ സാധിക്കുകയില്ല. ഇനി ഈ തടിക്ക്, ഇന്നീ കണ്ട തടിക്ക് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയാണ്. ശരീരത്തിൻ്റെ വിനാശം, മരണം, അത് എന്നാണെന്നും എപ്പോഴാണെന്ന് പോലും അറിയില്ല എന്നാണ് പൂന്താനം ഇതിലൂടെ പറയുന്നത്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനങ്ങളെ, അടുത്തുള്ള സുഹൃത്തുജനങ്ങളെയൊക്കെ പെട്ടെന്നാണ് കാണാതാവുക എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്നും അവർ മായുക, എന്നേക്കുമായി മായുക. അവർ ഈ ലോകത്തു നിന്നും യാത്രയാവുന്നതിനെയാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. കണ്ടില്ലെന്ന് വരുത്തുക എന്ന് പറഞ്ഞാൽ കാണാതാവുക, നമ്മുടെ മുന്നിൽ നിന്നും മാറ്റുക എന്നുള്ളതല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കുക. ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. എല്ലാം ക്ഷണനേരത്തെ ഒരു പ്രതിഭാസം മാത്രമാണ്. ആർക്ക് എപ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതാണ് ഈ വരികളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ ഒരുവനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാനും ഭഗവാന് 2-4 ദിനം തന്നെ മതിയാകും എന്നാണ് ഇതിനകത്തു പറയുന്നത്. മളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അതായത് എല്ലാ രീതിയിലും മുകളിൽ നിൽക്കുന്ന, ഉയർച്ചയിൽ നിൽക്കുന്ന ഒരുവനെ പെട്ടെന്ന് താഴേക്കിടുവാനും ഭഗവാന് സാധിക്കും. അവനെക്കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്ന തരത്തിൽ അവനെക്കൊണ്ട് ആക്കുവാനായിട്ട് ഭഗവാന് കഴിയും. അതുകൊണ്ട് ഒന്നും കണ്ട് അഹങ്കരിക്കരുത് എന്നാണ് ഈ വരികളിലൂടെ പൂന്താനം നമ്മളോട് പറയുന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലരിതോ, കണ്ടാലും തീരിയ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ.
ഇന്ന് വരെ നടന്നതും ഇനി നാളെ നടക്കാനിരിക്കുന്നതും ഒന്നും നമുക്കറിയില്ല. നമ്മുടെ ശരീരം പോലും എപ്പോഴാണ് ഈ ഭൂമി വിട്ടു പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നമുക്ക് നാളെ കാണാൻ സാധിച്ചെന്ന് വരത്തില്ല. അതൊക്കെ ഭഗവാന്റെ ഓരോ ലീലകളാണ്. പിന്നെ ഉയർച്ചയിലിരിക്കുന്നവനെ താഴ്ചയിലേക്ക് വീഴിക്കാനും അതുപോലെ താഴ്ചയിലിരിക്കുന്നവനെ ഉയർച്ചയിലേക്ക് ഉയർച്ചയുടെ പടികൾ കയറ്റുവാനുമൊക്കെ ഭഗവാന് വെറും നിമിഷങ്ങൾ മാത്രം മതി. ഇതൊക്കെ കണ്ടാലും ചിലർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് ഇങ്ങനെയാണ്, അഹങ്കരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ചിലർക്ക് മനസ്സിലാവില്ല. എന്നാൽ ചിലർക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ കണ്ടതൊന്നും, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊന്നും നിത്യവുമല്ല, സത്യവുമല്ല. ഇതൊക്കെ വെറും ഒരു സ്വപ്നം പോലെ മാത്രമാണെന്ന് മുന്നേ തന്നെ കണ്ടിട്ട് അറിയുന്ന കുറച്ച് മനുഷ്യരും ഉണ്ട് എന്നാണ് ഇതിലൂടെ പൂന്താനം നമ്മളോട് പറയുന്നത്. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. മനുഷ്യജാതിയിൽ തന്നെ പല വിധത്തിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? ഓരോരുത്തരും അവനവന് ഹിതമാകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് അതെല്ലാം ശാസ്ത്രമാണെന്ന് പറഞ്ഞു നടക്കുന്നു. അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചിട്ട് അതാണ് ശാസ്ത്രമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിൽ അധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ. മനുഷ്യജാതിയിൽ പല വിധത്തിലുള്ള മനസ്സിനുടമകളായിട്ടുള്ളവരുണ്ട്. ഒരാൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല മറ്റൊരാൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൻ്റെ ആ ഒരു ചിന്ത അത് ഒരുപോലെയല്ല, അത് പല രീതിയിലാണ്. അപ്പോൾ പലർക്കും പല രീതിയിൽ വേണം ഓരോ ശാസ്ത്രങ്ങൾ ഉപദേശിക്കുവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ആ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തിയോടൊരു നീതി പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു സത്യസന്ധത, ഒരു നീതി, താൻ ചെയ്യുന്ന ഒരു കർമ്മം അതെപ്പോഴും ഏറ്റവും നല്ലതാക്കി മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വേണം ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട്. അങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നവർക്കായിട്ട്, കർമ്മം ചെയ്യുന്നവർക്കായിട്ട് വേണ്ടിയിട്ട് ചില ഉപദേശങ്ങൾ നൽകുന്ന ശാസ്ത്രങ്ങളുണ്ട്. അതാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഈ കർമ്മമെല്ലാം ചെയ്തു കഴിഞ്ഞ് കുറേ അധികം പ്രവൃത്തിയിൽ ഏർപ്പെട്ടു, കുറേ നാളുകൾക്ക് ശേഷം ഇതെല്ലാം ചെയ്തിട്ടും ഒരു തൃപ്തി വരുന്നില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ ഒരു തൃപ്തി വരാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജ്ഞാനശാസ്ത്രം. ജ്ഞാനശാസ്ത്രത്തിലൂടെയാണ് മനുഷ്യൻ ഈ കർമ്മത്തിൽ നിന്ന് മുക്തി നേടുന്ന മനുഷ്യർക്ക് തൃപ്തി വരുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഭഗവത്ഗീത പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുക, വായിച്ചറിയുക, കേട്ടറിയുക, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത് പുരുഷനെയും പ്രകൃതിയെയും തമ്മിൽ വേർതിരിച്ച് കാട്ടിക്കൊണ്ട് ഓരോ തത്വങ്ങൾ പറയുന്ന ശാസ്ത്രങ്ങളാണ് സാഖ്യശാസ്ത്രം. അത് സാഖ്യശാസ്ത്രം സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് സംഖ്യയില്ല, അത് അത്രയ്ക്ക് മാത്രം ഉണ്ട് ആ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. ജീവിതത്തിലുടനീളമുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അനേകം കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. ഈശ്വരനാടുന്ന ഒരു ലീലയാണ് നമ്മുടെയൊക്കെ ജീവിതവും ഈ പ്രപഞ്ചവും എന്ന് നാം മുന്നേ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കർമ്മശാസ്ത്രം, സാഖ്യശാസ്ത്രം, ഇതുപോലുള്ള ശാസ്ത്രങ്ങളുടെ കാര്യവും നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു.
ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. അതായത് ജനിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, ഇങ്ങനെ ഒരു ചക്രം പോലെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജനന മരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്, നമുക്ക് കാട്ടിത്തരുവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനിക്കുക, മരിക്കുക, ഇങ്ങനെ പോകുന്ന ഈ സംസാര ചക്രത്തിൽ നമ്മൾ മനുഷ്യർ ഇങ്ങനെ കിടന്നങ്ങ് ചുഴന്ന്, അതായത് മുങ്ങിയും പൊങ്ങിയും വീണ്ടും മുങ്ങിയും പൊങ്ങിയും ഒക്കെ ആയിട്ടങ്ങ് പോവുകയാണ്. ഇങ്ങനെ ഉഴലുന്ന ഈ നമുക്കായിട്ട് അറിവുള്ള പലരും, മഹാത്മാക്കൾ, അറിവുള്ള മഹാത്മാക്കൾ അവർ പല കാര്യങ്ങൾ നമുക്കറിയുവാനായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. അത് എന്തിനാണ്? അത് എളുപ്പമായിട്ട് നമുക്ക് മുക്തി കിട്ടും. ആ ഒരു പരമാർത്ഥം നമ്മൾ അറിഞ്ഞാൽ, അതെന്താണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് എളുപ്പം തന്നെ മുക്തി ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് എന്തു വേണം? നിങ്ങളേവരും ചെവി തന്ന് ഇതൊന്ന് കേൾക്കുക. അത് വെറുതെ കേട്ടാൽ പോരാ, മനസ്സിരുത്തി മനസ്സിലാക്കി ശ്രവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ചെവി തന്ന് കേൾക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുൻപിനാൽ മുന്നമീ കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി. ഇതിൽ പറയുന്നത് നമ്മെയൊക്കെ ബന്ധിച്ച് ഇവിടെ ഇട്ടിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ നമ്മെയൊക്കെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ തന്നെ കർമ്മമാണ്. നമ്മുടെ തന്നെ കർമ്മമാണ് നമ്മളെ ഇവിടെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളത് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. കർമ്മമെന്നറിയേണ്ടത് മുൻപിനാൽ, ആദ്യം തന്നെ നമ്മളത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർമ്മം നാം ചെയ്യുക, അതിൻ്റെ ഫലം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുതെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഫലം ഇച്ഛിച്ച് നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ ബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത് ഫലം ഇച്ഛിക്കാതെ നിങ്ങൾ കർമ്മം ചെയ്യുക എന്നുള്ളത്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ കാണുന്ന വിശ്വം, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് മുന്നേ തന്നെ ഒരു ജ്യോതി സ്വരൂപമായിരുന്നു. ഒറ്റ ഒരു ദീപനാളം, ഒരു ജ്യോതി മാത്രമായിട്ടായിരുന്നു ഈ നമ്മുടെ വിശ്വം മുമ്പ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത വരികളിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നും ചെന്നങ്ങ് തന്നോടു പറ്റാതെ, ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി. നമുക്കറിയാം, ഈ പ്രപഞ്ചം ഒരു മായയാണ്. നാം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഒരു നീർക്കുമിള പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ ഈ മായ എന്ന് പറയുന്നത് പരമാത്മാവുമായി ഒട്ടിച്ചേർന്നല്ല നിൽക്കുന്നത്, പരമാത്മാവിൽ നിന്നും വേർപെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പരമാത്മാവ് ഈ മായയുമായി ചേർന്നല്ല നിൽക്കുന്നത്. നമ്മളാണ് ഈ മായാവലയത്തിൽ അകപ്പെട്ട് ഉഴന്ന് ജീവിക്കുന്നത്. എല്ലാ മായയിൽ നിന്നും എല്ലാത്തിൽ നിന്നുമൊക്കെ വേർപെട്ട് നിൽക്കുന്ന ഒരു ജ്യോതി സ്വരൂപമാണ് ആ പരമാത്മാവ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുവും ആ പരമാത്മാവ് തന്നെയാണെന്നുള്ള സത്യം, അറിവ് നാം ഉൾക്കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അഗ്നികുണ്ഡത്തിൽ നിന്നും പൊട്ടിച്ചിതറുന്നതിനെ നമ്മൾ അഗ്നി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് പരമാത്മാവിൽ നിന്നും ഉള്ള സകല വസ്തുക്കളും തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു, അതായത് ഒരു അഗ്നിജ്വാലയിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന ആ ഒരു തീപ്പൊരിയും അതിനെയും നമ്മൾ അഗ്നി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ പരമാത്മാവിൽ നിന്ന് ഉണ്ടായതാണെന്നും ആ പരമാത്മാവ് തന്നെയാണെന്നും
മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ആ പരമാത്മാവിനെ എന്താണെന്ന് അറിയുവാൻ സാധിക്കും. അതേസമയം ഇത് ഇങ്ങനെയൊന്നും കാണാൻ സാധിക്കാത്തവർക്ക് ആ ഒരു പരമാത്മാവ് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെപ്പറ്റിയാണ് അടുത്ത വരികളിൽ പറയുന്നത്. ഒന്നിലുമറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൻ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി. അതായത് മുന്നേ പറഞ്ഞതുപോലെ ഒരു തീജ്വാലയിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന തീപ്പൊരി, അങ്ങനെയും പറയും, തീയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ. അപ്പോൾ അത് ഈ ഒന്നും അറിയാത്ത, ഒന്നിനെ ഒന്നായി കാണാത്ത ജനങ്ങളുണ്ടല്ലോ, അത് തീയല്ലല്ലോ, അത് തീപ്പൊരിയല്ലേ എന്ന് പറയുന്നത് പോലെ അവർക്ക് എന്ത് എടുത്താലും അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല, അത് ഒന്നായി കാണാൻ അവർക്ക് തയ്യാറാവുകയില്ല. അങ്ങനെയുള്ളവർ പരമാത്മാവിനെ ഒരിക്കലും മനസ്സിലാക്കത്തില്ല എന്നാണ് പറയുന്നത്. ഒന്നിനെ പോലെ മറ്റൊരു വസ്തു ഇല്ല. അതായത് ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളതിനൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നുപോലെ വേറൊരു വസ്തു ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ എല്ലാം ഒന്നുപോലെ തോന്നും, ഇത് തന്നെയല്ലേ മറ്റേത് എന്ന് തോന്നും. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ കോശങ്ങൾക്ക് പോലും പല ഘടനകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നായി തോന്നുകയും അതിൻ്റെ ഉള്ളിലേക്ക്, ആന്തരികമായ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ രൂപങ്ങളും ഘടനകൾക്കും എല്ലാം വ്യത്യാസമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ കാര്യത്തിൽ എടുത്താൽ ഒരാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആന്തരികമായ ഘടന വെവ്വേറെയാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഒരേ ഒരു പരമാത്മാവിൽ നിന്നുമാണ് വരുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ച സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും, ആ പരമാത്മാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതേസമയം ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാത്തിനെയും വെവ്വേറെയായി കണ്ടു കഴിഞ്ഞാൽ പ്രപഞ്ച സത്യവും മനസ്സിലാക്കാൻ സാധിക്കില്ല, അതുപോലെ ആ ഒരു പരമാത്മാവിനെയും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.